ഡിസംബർ മാസത്തിൽ നമ്മുടെ അഡീനിയത്തിന് ചേർക്കേണ്ട ഫ്ലവർ ബൂസ്റ്ററാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയുള്ളത്. നമ്മുടെ വീട്ടിലുള്ള ഓർഗാനിക് വളങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ബൂസ്റ്റർ തയ്യാറാക്കുന്നത്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ചെടികളിലെ പൂക്കളൊക്കെ നല്ല ബ്രൈറ്റ് കളറിലും നല്ല വലുപ്പത്തിലും കുറേ ദിവസം വാടാതിരിക്കും. അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് നമ്മുടെ കേരളത്തിൽ ചൂട് കാലാവസ്ഥയാണ്, ഇപ്പം മഞ്ഞാണ്, എന്നാലും ഇപ്പം പ്രൂണിങ് ഒക്കെ ഒഴിവാക്കാം. നമ്മളിങ്ങനെ ഫ്ലവറിങ് ബൂസ്റ്റർ ചെയ്താൽ മതി. ചെടികളിൽ നല്ലോണം മുട്ടുണ്ടാവും. ഒറ്റ മുട്ട് പോലും വാടിപ്പോവില്ല, കൊഴിഞ്ഞു പോവില്ല. പൂക്കളൊക്കെ നല്ല വലുപ്പത്തിലുണ്ടാവും. ഡിസംബർ മാസത്തിൽ നമ്മുടെ കേരളത്തിലൊക്കെ നല്ല മഞ്ഞുള്ള കാലാവസ്ഥയാണ്. അപ്പം നമ്മുടെ ചെടികൾക്ക് നല്ല ബൂസ്റ്റർ വളം കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചെടികളിൽ പ്രൂണിങ് ഒഴിവാക്കണം. ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം ഞാൻ കെമിക്കൽ വേണമെങ്കിൽ കെമിക്കൽ ചേർക്കാം. ഞാനിപ്പോൾ ഓർഗാനിക്കാണ് ഫ്ലവറിങ് ബൂസ്റ്റർ കാണിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ മതി. എല്ലാം വളം ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട്. ഒറ്റ മുട്ട് പോലും കൊഴിഞ്ഞു പോവാണ്ട് എല്ലാ മുട്ടുകളും വിരിയും ചെയ്യും. ഇഷ്ടംപോലെ വിത്തുകൾ ഉണ്ടാവുകയും ചെയ്യും. നമ്മുടെ ഈ വളക്കൂട്ട് പൂക്കൾ തന്നെയല്ല, ചെടികൾക്ക് നല്ല കോഡക്സ് വലുതാവാനും നല്ലൊരു ബോൺസായി ലുക്ക് കിട്ടാനും വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ഓർഗാനിക് വളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് എല്ലാവരുടെ വീട്ടിലുള്ള കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ ഫ്ലവറിംഗ് ബൂസ്റ്റർ തയ്യാറാക്കിയുള്ളത്. അഡീനിയൻ ചെടികൾ ഡിസേർട്ട് റോസ് എന്നറിയപ്പെടുന്ന ചെടിയാണ്. അപ്പോൾ ആ ചെടികൾക്ക് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നല്ലോണം സൺലൈറ്റ് വേണ്ട ഒരു ചെടിയാണ്. 7-8 മണിക്കൂറെങ്കിലും ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടണം. അങ്ങനത്തെ സ്ഥലങ്ങളിൽ വേണം നമ്മൾ സമയമാകുമ്പോൾ വെച്ച് തുടങ്ങാനായിട്ട്. ഇപ്പം മഴയൊന്നുമില്ലല്ലോ, അപ്പം നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാലാണ് ചെടികൾക്ക് നല്ല ചൂട് കിട്ടി നല്ല സൺലൈറ്റ് കിട്ടാനായിട്ട് ഫലമായിട്ടാണ് നല്ലോണം പൂക്കൾ ഉണ്ടാവുന്നത്. പിന്നെ പ്ലാസ്റ്റിക് ചട്ടി നമ്മൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉരുളങ്കല്ല് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടിയുടെ കോഡക്സിന് ചൂട് കിട്ടും. ഓട്ടോമാറ്റിക്കലി നല്ലോണം ഫ്ലവേഴ്സ് ഉണ്ടാവുകയും ചെയ്യും. ചട്ടിയിൽ നമ്മൾ അഡീനിയൻ ചെടി വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെടി മാനേജ് ചെയ്യാൻ എളുപ്പമാണ്. വർഷക്കാലം ആകുമ്പോൾ, അതായത് മഴ പെയ്യുമ്പോൾ നമുക്ക് ഷെയ്ഡ് എടുത്ത് വയ്ക്കാനും അതുപോലെ തന്നെ പൂക്കൾ അധികം ഉണ്ടാവാനും പ്ലാസ്റ്റിക് ചട്ടി നല്ലതാണ്. ഈ ഒരു ചൂട് നമ്മുടെ ചെടിയിലേക്ക് ഓട്ടോമാറ്റിക്കലി കയറി നല്ലോണം പൂക്കളുണ്ടാവും. ചെടിച്ചട്ടിയിൽ എപ്പോഴും ഈർപ്പം നിൽക്കും. അപ്പോൾ പൂക്കളുടെ എണ്ണം കുറയും. ചെടിയിൽ നമ്മുടെ വേരുകൾ ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. നമ്മൾ ചെടിച്ചട്ടിയിലത്തെ കളകളൊക്കെ കൈയോടെ തന്നെ പറിച്ച് കളയണം. അപ്പോൾ ഒരു ഇളക്കം കിട്ടും. പിന്നെ അതുപോലെ തന്നെ മണ്ണിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് വേണം നമ്മൾ ചെടിക്ക് നനച്ച് കൊടുക്കാൻ. നല്ല ഡ്രൈ കണ്ടീഷനിൽ മാത്രം നമ്മൾ ചെടിക്ക് വെള്ളമൊഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. എന്നാലാണ് ചെടിയിൽ നിറച്ച് പൂക്കളുണ്ടാവുക. നന കൂടിക്കഴിഞ്ഞാൽ ചെടി വലുതാവാനാണ് ഫോക്കസ്, അതായത് ഫ്ലവറിങ്ങിനല്ല ഫോക്കസ്. രാവിലെ നേരത്ത് വേണം നമ്മൾ അഡീനിയൻ ചെടികൾക്ക് നനയ്ക്കാനായിട്ട്. വെള്ളം വാർന്നു പോയിക്കോളും, പെട്ടെന്ന് തന്നെ വെള്ളം ആ ചൂട്ടുകൊണ്ട് വറ്റിപ്പോക്കോളും. പിന്നെ നമ്മൾ ഈ ചെടിച്ചട്ടിയിൽ സ്റ്റോൺസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുമ്പോൾ മണ്ണ് തെറിക്കാണ്ട് നിൽക്കും. ചെടിക്ക് നല്ല ചൂട് കിട്ടും ചെയ്യും കോഡക്സിന്. അധികമായിട്ട് നമ്മൾ ഓവർ വാട്ടറിങ് ചെയ്ത് കഴിഞ്ഞാൽ ചെടികളുടെ മുട്ടുകളൊക്കെ നല്ലോണം കൊഴിഞ്ഞു പോകും. അപ്പം മീഡിയം ലെവൽ, അതായത് ചെടിച്ചട്ടിയിലെ മണ്ണ് നോക്കിയിട്ട് വേണം നമ്മൾ നല്ല ഡ്രൈ കണ്ടീഷനിൽ മാത്രം നമ്മൾ നനയ്ക്കാൻ പാടുള്ളൂ. ഇനി നമ്മൾ ഫ്ലവറിംഗ് ബൂസ്റ്റർ എന്താണെന്ന് നോക്കാം. ഡിസംബർ മാസത്തിൽ കൊടുക്കേണ്ട ഫ്ലവറിംഗ് ബൂസ്റ്ററാണ്, ഓർഗാനിക്കാണ്. അപ്പോൾ നമുക്ക് എല്ലാവരുടെ വീട്ടിൽ ഈസി ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മളൊരു കുറച്ച് ഇത് മുട്ടയുടെ തൊണ്ട് വെയിലത്ത് വെച്ചൊന്ന് ചൂടാക്കി ഒന്ന് ഉണക്കി പൊടിച്ചതിന് അതെടുക്കാം. പിന്നെ നമ്മൾ ഇത് എല്ലുപൊടിയാണ്, അതൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇത് എല്ലാവരുടെ വീട്ടിലുള്ള പോലത്തെ ചാരം, നമ്മൾ വിറക് കത്തിച്ച ചാരാണ്, അതും കൂടി മിക്സ് ചെയ്യാം. പിന്നെ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ചായലേറെ ചണ്ടി ഉണ്ടാവുമല്ലോ, അത് നമ്മൾ കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കാം. എന്നിട്ട് അതും കൂടി മിക്സ് ചെയ്ത് അത് നമ്മുടെ ചെടിച്ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലവറിങ് ബൂസ്റ്ററാണ്. ഒരു ഒറ്റ മുട്ട് പോലും കൊഴിഞ്ഞു പോവില്ല. ഇനി വരുന്ന ചൂട് കാലത്തേക്ക് ഈ ഒരു വളം നമ്മളിപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നിറച്ച് പൂക്കളുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സ് നമ്മുടെ ചെടിയുടെ കടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ഈശ ചേർക്കാം. ഇത്രയേ വേണ്ടൂ. നമ്മുടെ ചെടി ഇനി വരുന്ന മാസങ്ങളിൽ നിറച്ച് പൂക്കളുണ്ടാവും. ഇതൊന്ന് ഇളക്കിയിട്ട് വേണ്ടിട്ട് എപ്പോഴും നമ്മൾ വളം ചേർക്കാനായിട്ട് ഈ ഒരു മിക്സ് ഒന്ന് കൊടുത്താൽ മതി. അപ്പോൾ ചെടിയുടെ കോഡക്സിനും നല്ലതാണ്. കോഡക്സ് വലുതാവാനും വിത്തുകൾ ഉണ്ടാവാനും പൂക്കൾ നിറയാനും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാവാനും ഒക്കെ നല്ലതാണ്. ഇത് NPK വളമാണ്. ഇത് വെള്ളത്തിൽ കലക്കി നമ്മുടെ കടയ്ക്ക് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളിത് നുള്ളെടുത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. നമുക്ക് കെമിക്കൽ ഫെർട്ടിലൈസർ വേണമെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ്. രാവിലെ നേരത്ത് വേണം നമ്മൾ ഈ NPK വളം സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ എല്ലാ ഏണിലും ഇതുപോലെ നിറച്ച് മുട്ടുണ്ടാവും. ചൂടുകാലം ആകുമ്പോഴേക്കും നമ്മൾ അഡീനിയത്തിന് ഇതുപോലെ നല്ലോണം
ഒരുക്കി നിർത്തണം. അപ്പോഴാണ് നിറഞ്ഞ് പൂക്കൾ ഉണ്ടാവുക. ഇത് DAP വളമാണ്. ഇത് നമുക്ക് കെമിക്കൽ ഫെർട്ടിലൈസർ തന്നെയാണ്. ഓർഗാനിക് കിട്ടാത്തവർക്ക് നമുക്ക് ഇതുപോലെ ഒരു 4 മണിട്ട് കൊടുത്താൽ മതി. ചെടിയിൽ നിറച്ച് പൂക്കളുണ്ട്. നൈട്രജൻ കണ്ടന്റ് അടങ്ങിയ വളം കുറച്ച് പൊട്ടാഷ് ചേർന്ന വളം കൊടുത്താൽ മതി. ഇല കാണാണ്ട് പൂക്കളുണ്ടാവും. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസംബർ മാസം ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ നല്ല സൺലൈറ്റ് ഉള്ള കണ്ടീഷനിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുവിധ കേടുകളും നമ്മുടെ അഡീനിയം ചെടികൾക്ക് വരില്ല. മിലിബഗ് അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റും വരില്ല. നല്ലോണം ബൊക്ക പോലെ പൂക്കൾ നിറഞ്ഞുണ്ടാവും.